ഒരു തവ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഗ്രാമ്പൂ ഏലക്ക ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വന്നപ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാൻ പോണേ. അതിൽ ഉപ്പ് വറുത്തി വെച്ച തേങ്ങയാണ്. നമുക്കൊന്ന് ബ്രൗൺ കളറാക്കി എടുക്കണേ. തേങ്ങയെല്ലാം നല്ലൊരു മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ടിടാമേ. ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കൊച്ചുള്ളിയും സവോളയും എല്ലാം അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നല്ലോണം മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാമേ. ഉള്ളിയൊക്കെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ്, അതിട്ട് കൊടുക്കാം. കുരുമുളക് പൊടി, ഗരം മസാല പൊടി, ഇതെല്ലാം ഒന്ന് നമുക്ക് മിക്സാക്കാം. മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാമേ. നല്ലതുപോലെ ഒന്ന് വഴങ്ങോട്ടെ. വഴഞ്ഞതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാമേ. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി ഇട്ട് കൊടുക്കാമേ. നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് പെയ്യെ നമുക്കിത് വേവിച്ചെടുക്കാം. ഞാൻ അടുപ്പിൽ വെച്ചാണ് വേവിക്കുന്നത്, അതുകൊണ്ട് നല്ലപോലെ വെന്ത് കിട്ടില്ല. ഒരു കടുക് പൊട്ടിക്കാനായിട്ട് ഞാൻ തവ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. കൊച്ചുള്ളിയൊക്കെ, കറിവേപ്പില, ഉള്ളിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കായം ഇട്ട് കൊടുക്കാമേ. ഒരു ജാതിക്കാട് കാറ്റോടില്ലേ, അത് പൊടിച്ചാണ്. ജീരകപ്പൊടി ഇട്ടത്, നമുക്കൊരു ഇറച്ചിലൊഴിച്ച് കൊടുക്കാമേ. അങ്ങനെ കുറുകിയ ചാറോട് കൂടി എന്താ നല്ല ടേസ്റ്റ് ബീഫ് കറി റെഡി ആയിട്ടുണ്ട്.